വിഷു റിലീസായി വമ്പൻ പ്രതീക്ഷകളോടെയാണ് മലയാള ചിത്രങ്ങൾ പ്രദർശനത്തിന് എത്തിയിരിക്കുന്നത്. മലയാളത്തിൽ വൻ ഹൈപ്പോടെ 3 ചിത്രങ്ങൾ പ്രദർശനത്തിന് എത്തി. ഇവയെല്ലാം ചേർന്ന് ബോക്സ് ഓഫീസിൽ തൂക്കുന്ന പ്രകടനമാണ് ചിത്രങ്ങൾ നടത്തിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ഫഹദിന്റെ ആവേശവും വിനീതിന്റെ വർഷങ്ങൾക്ക് ശേഷവും ബോക്സ് ഓഫീസിൽ വൻ കളക്ഷനാണ് റിലീസിന് നേടിയിരിക്കുന്നത്. വിഷു ദിനത്തിൽ കളക്ഷനിൽ ഏത് ചിത്രം മുന്നിലെത്തും എന്ന കണക്കാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നതും. വിഷു ദിനമായ ഏപ്രിൽ 14 ബോക്സ് ഓഫീസ് ടിക്കറ്റ് ബുക്കിംഗ് കണക്കുകൾ ശ്രദ്ധിച്ചാൽ ഫഹദ് പ്രധാന വശത്തിലെത്തിയ ആവേശം വലിയ തോതിൽ ആളെ ആകർഷിക്കുന്നു എന്നാണ് വിവരങ്ങൾ. ആവേശത്തിന് ഓരോ മണിക്കൂറും 11,000-ന് മുകളിൽ ടിക്കറ്റാണ് വിൽക്കപ്പെടുന്നത് എന്നാണ് ബുക്ക് മൈ ഷോ കണക്കുകൾ പറയുന്നത്. രണ്ടാമത് വർഷങ്ങൾക്ക് ശേഷമാണ് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ അഭിനയിച്ച ചിത്രത്തിന് ഓരോ മണിക്കൂറിലും ബുക്ക് മൈ ഷോയിൽ 9,000-ന് മുകളിൽ ടിക്കറ്റ് വിൽക്കുന്നുണ്ട്. ഉണ്ണി മുകുന്ദൻ അഭിനയിച്ച വിഷു ചിത്രം ജയ് ഗണേഷിന് 1000-ലേറെ ടിക്കറ്റുകൾ മണിക്കൂറിൽ വിറ്റ് പോകുന്നതുമുണ്ട്. വിഷുവിന് മുൻപ് ഇറങ്ങിയ ആടുജീവിതം ഇപ്പോഴും തിയേറ്ററിലേക്ക് ആളെ കയറ്റുന്നുണ്ട്. മണിക്കൂറിൽ 4,000-ന് മുകളിൽ ടിക്കറ്റാണ് പൃഥ്വിരാജ് ബ്ലസി ചിത്രത്തിന്റെ ടിക്കറ്റ് വിൽപ്പന എന്നാണ് ബുക്ക് മൈ ഷോ കണക്കുകൾ പുറത്തുവരുന്നത്. ഇങ്ങനെ വലിയ രീതിയിലുള്ള കണക്കുകൾ ഓരോ ദിവസവും ബോക്സ് ഓഫീസിൽ രേഖപ്പെടുത്തുകയാണ് ഈ പുതിയ ചിത്രങ്ങൾ. ആവേശമാണ് ടോപ്പിൽ നിൽക്കുന്നത് എന്ന് തന്നെ പറയാം. ബോക്സ് ഓഫീസ് കളക്ഷനിൽ കേരള ബോക്സ് ഓഫീസിൽ 3 ദിവസം കഴിയുമ്പോൾ തന്നെ ആവേശം 10 കോടി മറികടന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു. മൂന്നാമത്തെ ദിവസം 3.57 കോടിയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം ആവേശം എന്ന ചിത്രം സ്വന്തമാക്കിയത്. ഇപ്പോൾ 3 ദിവസം കഴിയുമ്പോൾ 10.34 കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് തന്നെ കിട്ടിയെന്ന വിവരങ്ങൾ അവർ പങ്കുവെക്കുന്നു. അതേപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം 3 ദിവസം കഴിയുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 8.85 കോടി നേടുകയുണ്ടായി. മൂന്നാമത്തെ ദിവസം 3.10 കോടിയാണ് നേടിയത്. അതുപോലെ തന്നെ ആടുജീവിതം എന്ന ചിത്രം 17 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ 63.30 കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം സ്വന്തമാക്കി. അടുത്ത ദിവസം തന്നെ കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ ലൂസിഫർ എന്ന ചിത്രത്തെ പോലും ഈ ചിത്രം മറികടക്കും എന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ രേഖപ്പെടുത്തുന്നത്. കൂടാതെ വിഷു ദിനത്തിൽ ഈ ചിത്രങ്ങളെല്ലാം വലിയ രീതിയിലുള്ള കളക്ഷൻ നേടുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. അതുപോലെ തന്നെ ഉണ്ണി മുകുന്ദൻ നായകനായ ജയ് ഗണേഷ് എന്ന ചിത്രം വിഷു ദിനത്തിലാണ് ഏറ്റവും ഗംഭീരമായി ബോക്സ് ഓഫീസിൽ മുന്നേറുന്നത് എന്നും ട്രേഡ് അനലിസ്റ്റുകൾ പറയുകയാണ്. കൂടാതെ ആവേശം വിഷു ദിനം കഴിയുമ്പോൾ 40 കോടി വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ മറികടക്കും എന്ന റിപ്പോർട്ടുകൾ വരുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രവും വിഷുദിനം കഴിയുമ്പോൾ 40 കോടി മറികടക്കും എന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത്. ഈ 2 ചിത്രങ്ങളും 40 കോടി മറികടക്കും. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലാണ് ഇങ്ങനെയൊരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ എന്ന് തന്നെ ഈ 2 ചിത്രങ്ങളെയും വിശേഷിപ്പിക്കാമെന്ന് ട്രേഡ് അനലിസ്റ്റുകൾ പറഞ്ഞു കഴിഞ്ഞു. എല്ലാ മേഖലകളിലും ആവേശം ഒരുപടി മുന്നിലാണ് എന്ന് തന്നെയാണ് അനലിസ്റ്റുകൾ പറയുന്ന റിപ്പോർട്ടിൽ വ്യക്തമാകുന്നതും. അതുപോലെ തന്നെ ഗൾഫ് റീജിയനിലും ആവേശം ഒരുപടി മുന്നിലാണ്. വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തെക്കാൾ ഒരുപടി മുന്നിൽ ആവേശം എന്ന ചിത്രം ബോക്സ് ഓഫീസ് പ്രകടനത്തിൽ കാണുന്നു എന്നാണ് അവർ പറയുന്നത്. ഈ പ്രാവശ്യത്തെ വിഷു വിന്നർ അത് ആവേശം എന്ന ചിത്രത്തിലെ രംഗണ്ണൻ തന്നെയാണെന്നാണ് അവർ ഉറപ്പിച്ചു പറയുന്നതും. എന്നാൽ തൊട്ടുപുറയിൽ തന്നെ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം ഉണ്ട് എന്നതും നോക്കിക്കാണേണ്ടതാണ്. ഈ 2 ചിത്രങ്ങളും ഗംഭീര പെർഫോമൻസ് ആണ് ബോളിവുഡിലും ബോക്സ് ഓഫീസിലും കാഴ്ചവെക്കുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ നോക്കിയാലും ആവേശം 3-ാം ദിവസം 2.60 കോടിയും വർഷങ്ങൾക്ക് ശേഷം 2 കോടിയും നേടിയിട്ടുണ്ട്. ഗൾഫ് റീജിയനിൽ ആദ്യത്തെ ദിവസം വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ലീഡ് ചെയ്തത്. 2-ാം ദിവസവും വർഷങ്ങൾക്ക് ശേഷം ലീഡ് ചെയ്തിരുന്നു. 3-ാം ദിവസം എത്തിയപ്പോഴാണ് ആവേശം ലീഡ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. കൂടാതെ തന്നെ ഈ 2 ചിത്രങ്ങളും ഉടനെ തന്നെ 50 കോടി മറികടക്കും എന്ന റിപ്പോർട്ടുകൾ അവർ തന്നെ തരികയാണ്. ഏറ്റവും വേഗത്തിൽ 50 കോടി മറികടക്കുന്ന ചിത്രങ്ങളായി ഇവ മാറും. അതിൽ ഏറ്റവും വേഗത്തിൽ 50 കോടി മറികടക്കുക ആവേശം തന്നെ ആയിരിക്കുമെന്നും ട്രേഡ് അനലിസ്റ്റുകൾ പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും ഔട്ട്സൈഡ് കേരളത്തിലാണ് ആവേശം വലിയ പെർഫോമൻസ് നടക്കുന്നതും അതുകൊണ്ട് തന്നെ ആവേശത്തിന്റെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടിൽ വലിയ മുന്നേറ്റം കാണുന്നതും അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും ഈ വിഷു ഈദ് റിലീസായെത്തിയ ചിത്രങ്ങളെല്ലാം ഗംഭീര പെർഫോമൻസ് ആണ് മോളിവുഡിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. മോളിവുഡിന്റെ നെക്സ്റ്റ് ലെവൽ എന്നൊക്കെ പറയുമ്പോൾ അത് വരുന്ന ചിത്രങ്ങളെല്ലാം ആ പ്രകടനം കാഴ്ചവെക്കുന്നു എന്നതും ഗംഭീരമായ കാര്യങ്ങളായി മാറുന്നു. എന്തായാലും അവസാന കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ആവേശം ഫസ്റ്റ് വീക്കെൻഡ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 42.5 കോടിക്ക് മുകളിൽ നേടിയപ്പോൾ വർഷങ്ങൾക്ക് ശേഷം 38 കോടിക്ക് മുകളിലാണ് നേടിയിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ 80 കോടിക്ക് മുകളിലാണ് ഈ 2 ചിത്രങ്ങൾ കൂടി നേടിയത്. ഇതിൽ തന്നെ ഹ്യൂജ് ബ്ലോക്ക് ബാസ്റ്റർ എന്ന് ആവേശത്തെ വിളിക്കാം. അതുകൊണ്ട് തന്നെ വിഷു വിന്നറായി ആവേശത്തെ തന്നെ കൂട്ടുപിടിച്ചിരിക്കുകയാണ് പ്രേക്ഷകരും.